ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ഡോട്ട് എന്ന് പറയുന്ന സ്റ്റോറിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതേപോലെ ആക്ടിവിറ്റീസുമാണ്. ഈ ഒരു സ്റ്റോറിയുടെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ലെറ്റ് us എക്സ്പ്ലോർ ദ സ്റ്റോറി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് വഷ്ടി സാഡ്? എന്തുകൊണ്ടാണ് വഷ്ടി വിഷമിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് വഷ്ടിക്ക് സങ്കടം തോന്നിയത്? വഷ്ടി വാസ് സാഡ് ബിക്കോസ് ഷീ ബിലീവ് ദാറ്റ് ഷീ കുഡിൻ ഡ്രോ. വഷ്ടി സങ്കടപ്പെട്ടിരിക്കാൻ കാരണം എന്താണ്? ബിക്കോസ് ഷീ ബിലീവ് ദാറ്റ് ഷീ കുഡിൻ ഡ്രോ. അവൾക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല എന്ന് സ്വയം തന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് വഷ്ടിക്ക് സങ്കടം തോന്നിയത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വഷ്ടി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? അപ്പോൾ വഷ്ടി ഒരു ഡോട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ വഷ്ടിനോട് ആവശ്യപ്പെട്ട കാര്യം എന്താണ്? ഇതാണ് ചോദ്യം. എന്തായിരുന്നു ടീച്ചർ വഷ്ടിനോട് ആവശ്യപ്പെട്ട കാര്യം? നമുക്ക് നോക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് വഷ്ടി ടു സൈൻ ഹെർ നെയിം ഓൺ ദ ഡ്രോയിങ്. എന്താ പറഞ്ഞത്? ടീച്ചർ സൈൻ ചെയ്യാൻ, അല്ലേ? അവൾ വരച്ചിട്ടുള്ള ആ ഒരു ഡോട്ടിന് മുകളിലായിട്ട് പേരെഴുതി സൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒപ്പിടാൻ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡിഡ് വഷ്ടീസ് ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ? അപ്പോൾ വഷ്ടിയുടെ ടീച്ചർ വഷ്ടിയുടെ ആ ഒരു ചിത്രം ഉണ്ടല്ലോ, അത് വെച്ച് എന്താണ് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? വഷ്ടീസ് ടീച്ചർ ഫ്രെയിംഡ് ദ പിക്ചർ ആൻഡ് ഹങ് ഇറ്റ് അബവ് ഹർ ഡെസ്ക്. അപ്പോൾ വഷ്ടി വരച്ച ചിത്രം ടീച്ചർ എന്താ ചെയ്തത്? ഫ്രെയിം ചെയ്തു, അല്ലേ? ഫ്രെയിം ചെയ്തിട്ട് ഹങ് ഇറ്റ് അബവ് ഹർ ഡെസ്ക്, ടീച്ചർ ഇരിക്കുന്ന ആ ഒരു ഡെസ്കിൻ്റെ മുകളിലായിട്ടുള്ള വാളിൽ തൂക്കിയിട്ടു. അതാണ് ടീച്ചർ ചെയ്തത്. ഓക്കെ, നാലാമത്തെ ചോദ്യം നോക്കാം. വൈ ഡിഡ് വഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? അപ്പം എന്തുകൊണ്ടാണ് വഷ്ടി ചിന്തിച്ചത് അവൾക്ക് ഇതിലും നല്ലൊരു ഡോട്ട് വരയ്ക്കാൻ കഴിയും എന്നുള്ള കാര്യം? അതാണ് ചോദ്യം. അപ്പോൾ എന്താണ്? വഷ്ടി വാസ് ഇൻസ്പയർഡ് ബൈ ഹെർ ഫ്രെയിംഡ് ഡോട്ട് ബീയിങ് ഡിസ്പ്ലേഡ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ഫെൽറ്റ് ഷീ കുഡ് ക്രിയേറ്റ് ഈവൻ മോർ ഇംപ്രസീവ് ഡോട്ട്സ്. അപ്പോൾ എന്താണ്? വഷ്ടിയുടെ ആ ഒരു ചിത്രം, വഷ്ടി വരച്ച ആ ഒരു ചിത്രം ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രെയിം ചെയ്ത് ക്ലാസ്സിൽ ടീച്ചർ ഇരിക്കുന്ന ഡെസ്കിൻ്റെ മുകളിലായിട്ടുള്ള വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് കാണുമ്പം വഷ്ടിക്ക് എന്താണ്? കൂടുതലൊരു പ്രോത്സാഹനം കിട്ടുകയാണ് ചെയ്യുക, അല്ലേ? തൻ്റെ പിക്ചറാണ് ഈ ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികൾക്കും കാണത്തക്ക രീതിയിൽ, എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വാളിൽ ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും വഷ്ടിനെ പ്രോത്സാഹിപ്പിക്കും, അല്ലേ? കൂടുതൽ നന്നായിട്ട് വരയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഷ്ടി ചിന്തിക്കും, തനിക്ക് ഇതിലും നല്ല ഡോട്ട്സ് വരയ്ക്കാൻ കഴിയും എന്നുള്ള കാര്യം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? വഷ്ടി ആ ഒരു ബോയിനോട് സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അത് എന്തുകൊണ്ട്? വൈ എന്നുള്ളതാണ് ചോദ്യം. വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ടു എൻകറേജ് ഹിം ടു ഡ്രോ ജസ്റ്റ് ലൈക്ക് ഹെർ ടീച്ചർ ഹാഡ് ഡൺ ഫോർ ഹെർ. അപ്പോൾ എന്താണ്? വഷ്ടിയുടെ ടീച്ചർ അവളോട് ചെയ്തതുപോലെ തന്നെ ആ ഒരു ബോയിനോട് ഒരു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിക്ചറിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്തിനാണ്? അവനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ടു മേക്ക് ഹിം ബിലീവ് ഇൻ ഹിസ് ആർട്ടിസ്റ്റിക് പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ അവൻ്റെ കലാപരമായിട്ടുള്ള കഴിവ്, അതായത് വരയ്ക്കാനുള്ള കഴിവിനെക്കുറിച്ച് അവനെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്, വിശ്വസിപ്പിക്കാൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ തൻ്റെ ടീച്ചർ തന്നോട് ചെയ്ത പോലെ തന്നെയാണ് വഷ്ടി ആ ഒരു ബോയിനോട് ചെയ്യുന്നത്, അല്ലേ? എന്താണ്? ടീച്ചർ ആ വഷ്ടീനെ എൻകറേജ് ചെയ്യാണ് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ സെയിം കാര്യമാണ് വഷ്ടി ആ ഒരു ബോയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. തനിക്ക് ഒരു ലൈൻ പോലും നേരാവണ്ണം വരയ്ക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ വഷ്ടി വീണ്ടും ആ ഒരു ബോയിനെ എൻകറേജ് ചെയ്യാണ്. അപ്പം ആ ഒരു കുട്ടിയുടെ കലാപരമായിട്ടുള്ള കഴിവ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടും പ്രോത്സാഹിപ്പിക്കാനുമായിട്ടാണ് വഷ്ടി അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആറാമത്തെ ചോദ്യം നോക്കാം. വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? അപ്പോൾ എന്തായിരിക്കും ഇനി ആ ഒരു ബോയ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ്? ദ ബോയ് വിൽ ലൈക്ലി ഗെയിൻ മോർ കോൺഫിഡൻസ് ലീഡിങ് ഹിം ടു ഡ്രോ മോർ പിക്ചേഴ്സ്. അപ്പോൾ ആ ഒരു ബോയ്ക്ക് കൂടുതൽ കോൺഫിഡൻസ്, ആത്മവിശ്വാസം കിട്ടുകയും ഈ ഒരു കോൺഫിഡൻസ് കൂടുതൽ ചിത്രം വരയ്ക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ. ആക്ടിവിറ്റി 1. Some of the events of a story are illustrated below.
ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൻ. ഇവിടെ ഒരു സ്റ്റോറിയുടെ കുറച്ച് ഇവൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, പിക്ചേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് നമ്മൾ ഇതൊരു സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ഒരു കഥയായിട്ട് മാറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പിക്ചർ നോക്കിയേ, എന്താ നമ്മൾ കാണുന്നത്? ഒരു സിംഹമുണ്ട്, ഒരു എലിയുണ്ട് അല്ലേ. എലി ഒരു സിംഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പെട്ടിട്ട് പേടിച്ച് നിൽക്കുകയാണ് അല്ലേ. ആ ഒരു ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സിംഹമാണെങ്കിലോ ദേഷ്യം പിടിച്ചിങ്ങനെ നോക്കുന്നുമുണ്ട്. അപ്പം എലി ഇങ്ങനെ തുരന്ന് പോയതായിരിക്കും, അവസാനം അപ്രതീക്ഷിതമായിട്ട് സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ടുപോയതായിരിക്കും അല്ലേ. അപ്പം അതാണ് നമ്മൾ ആദ്യത്തെ ഒരു ചിത്രത്തിൽ കാണുന്നത്. രണ്ടാമത്തെ ചിത്രം നോക്കിയേ, നമ്മൾ എന്താ കാണുന്നത്? സിംഹം എലിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് എലീനെ നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ പിക്ചറിൽ നമ്മൾ കണ്ടത് എന്തായിരിക്കും? സിംഹം ഉറങ്ങുകയാണ്. സിംഹം ഉറങ്ങുന്ന സമയത്ത് ഈ എലി ഇങ്ങനെ തുരന്ന് നിർഭാഗ്യവശാൽ ഈ ഒരു സിംഹത്തിൻ്റെ മുന്നിൽ പോയി പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ സിംഹം ഉറക്കത്തു നിന്ന് എഴുന്നേൽക്കുകയും, അപ്പോൾ സിംഹത്തിന് ദേഷ്യം വരികയാണ് തൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തിയതിന്. അപ്പോൾ എലി വേഗം എന്ത് ചെയ്യാണ്? സോറി പറയുകയാണ്. അങ്ങനെ സോറി പറഞ്ഞപ്പോൾ എന്താണ്, നമ്മളുടെ സിംഹത്തിന് ഒന്ന് തൊട്ടുകൂട്ടാൻ ഒരു അച്ചാറ് പോലെയല്ലേ ഈ ഒരു എലിയുള്ളൂ, അത്രയും കുഞ്ഞിതല്ലേ. അപ്പോൾ അതുകൊണ്ട് സിംഹം എന്താണ്, വിട്ടയക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അവർ ഓരോ വഴിക്ക് പോവുകയാണ്. അടുത്ത പിക്ചറിൽ നമുക്ക് കാണാം സിംഹം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അല്ലേ. പിന്നെ കാണുന്നത് എന്താണ്, ഒരു വേട്ടക്കാരൻ ഈ സിംഹത്തിനെ വലവീശി പിടിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സിംഹത്തിനെ രക്ഷിക്കുക ആരാണ്? അവിടെ നമുക്ക് ദൂരെയായിട്ട് എലീനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാസ്റ്റ് പിക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു വലയൊക്കെ കീറി മുറിച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് സിംഹവും എലിയും കൂടെ നല്ല ഹാപ്പി ആയിട്ട് നടന്നു പോവാണ്. അപ്പം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാമല്ലേ, എലി ഇങ്ങനെ ഈ പേപ്പറൊക്കെ ഇങ്ങനെ കഷ്ണം മുറിച്ച് ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, വീട്ടിൽ പീസാക്കി ഇടുന്നത്. അതേപോലെ ഈ വല ഇങ്ങനെ കടിച്ച് മുറിച്ചു. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഈ ഒരു സിംഹത്തിനെ വേട്ടക്കാരൻ്റെ അടുത്ത് നിന്ന് എലി രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു. അപ്പോൾ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് ആണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സ്റ്റോറി ഇംഗ്ലീഷിലാക്കിയിട്ട് എഴുതണം. ഓക്കെ, ദ ലയൺ ആൻഡ് ദ മൗസ്. അങ്ങനെ നമുക്ക് സ്റ്റോറിക്ക് പേര് കൊടുക്കാം. എ ബിഗ് ലയൺ ലീവ്ഡ് ഇൻ എ ഗ്രീൻ ജംഗിൾ. ഒരു വലിയ സിംഹം നല്ല പച്ചപ്പ് നിറഞ്ഞൊരു കാട്ടിൽ ജീവിച്ചിരുന്നു. വൺ ഡേ, ഒരു ദിവസം, എ സ്മോൾ മൗസ് വോക്ക് ഹിം അപ്പ് ബൈ മിസ്റ്റേക്ക്. ഒരു കുഞ്ഞു എലി അബദ്ധവശാൽ ഈ ഒരു സിംഹം കിടന്നുറങ്ങുന്ന സമയത്ത് അതിനെ എഴുന്നേൽപ്പിക്കുകയാണ്, ശബ്ദമൊക്കെ ഉണ്ടാക്കി എഴുന്നേൽപ്പിച്ചു. അറിയാണ്ട് പറ്റിപ്പോയതാണ് കേട്ടോ നമ്മളുടെ എലീനോട്. ദ ലയൺ വാസ് വെരി മാഡ്. ആ ഒരു സിംഹം എന്താണ്, വളരെ മാഡായിട്ടുള്ളൊരു സിംഹമാണ്, അതിന് ദേഷ്യം വന്നു. ദ മൗസ് വാസ് സ്കെയർഡ്. അപ്പോൾ നമ്മളുടെ എലി ഭയങ്കരമായിട്ട് പേടിച്ചു. ഹി ആസ്ക്ഡ് ദ ലയൺ ടു ലെറ്റ് ഹിം ഗോ. അപ്പോൾ എലി എന്താണ്, പേടിച്ചുകൊണ്ട് ഇങ്ങനെ ലയണിനോട് പറയുകയാണ്, എന്നെ വെറുതെ വിടണം എന്ന് പറയണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദ മൗസ് പ്രോമിസ്ഡ് ടു ഹെൽപ്പ് ദ ലയൺ ലേറ്റർ ഇഫ് ഹി എവർ നീഡഡ് ഇറ്റ്. അപ്പം എലി നമ്മളുടെ ലയണിനൊരു വാക്ക് കൊടുക്കുകയാണ്, ഒരു പ്രോമിസ് ചെയ്യുകയാണ്, എപ്പം നിങ്ങൾക്ക് സഹായം ആവശ്യമായിട്ട് വരുന്നു അപ്പം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, എന്നെ ഇപ്പോൾ ഒന്ന് വെറുതെ വിടുമോ എന്ന് പറയാണ്. ദ ലയൺ ലാഫ്ഡ് ബിക്കോസ് ദ ഐഡിയ സീംഡ് ഫണ്ണി. അപ്പോൾ ഈ ലയൺ ഇത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, ഇത്രയും കുഞ്ഞായിട്ടുള്ള ഒരു എലി എന്നെ രക്ഷിക്കാനോ എന്നുള്ള രീതിയിൽ പുച്ഛത്തിൽ ചിരിക്കുകയാണ് ലയൺ ചെയ്യുന്നത്. ബട്ട് ഹി വാസ് നൈസ് ആൻഡ് ലെറ്റ് ദ മൗസ് ഗോ. പക്ഷേ ആ ഒരു ലയൺ പാവമായിരുന്നു, അതുകൊണ്ട് തന്നെ മൗസിനെ വെറുതെ വിട്ടു. ലേറ്റർ ദ ലയൺ ഗോട്ട് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. അതിനുശേഷം എന്താണ്, ഒരു ദിവസം ഈ ലയണ് ഒരു ഹണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്, വേട്ടക്കാരൻ അല്ലേ, വേട്ടക്കാരൻ്റെ വലയിൽ പെട്ടു. ഹി റോഡ് ലൗഡ്ലി ഫോർ ഹെൽപ്പ്. റോർ ചെയ്യാന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ ശബ്ദമാണ് കേട്ടോ, സിംഹം റോർ ചെയ്യുന്നു എന്നാണ് പറയാം. അപ്പോൾ സിംഹം വളരെ ഉറക്കെ ഇങ്ങനെ റോർ ചെയ്യാണ്. ദ മൗസ് ഹേർഡ് ഹിം ആൻഡ് ക്വിക്ക്ലി കെയിം. അപ്പോൾ ഈ ഒരു ശബ്ദം നമ്മളുടെ മൗസ് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരും. ദ മൗസ് യൂസ്ഡ് ഹിസ് ഷാർപ്പ് ടീത്ത് ടു ചൂ ത്രൂ ദ റോപ്സ് ഫ്രീയിങ് ദ ലയൺ. അപ്പം നമ്മളുടെ മൗസ് എന്ത് ചെയ്തു, അതിൻ്റെ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ വെച്ച് ആ ഒരു നെറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ കരണ്ട് കടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് നമ്മളുടെ ലയനെ ഫ്രീ ആക്കി. ആഫ്റ്റർ ദാറ്റ് ഡേ ദ ലയൺ ലേൺഡ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു ദിവസത്തിന് ശേഷം നമ്മളുടെ ലയണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കി. എന്താ അത്? ഈവൻ സ്മോൾ ആനിമൽസ് ക്യാൻ ബി ഗുഡ് ഫ്രണ്ട്സ്. കുഞ്ഞ് ആനിമൽസിനും നല്ല ഫ്രണ്ട്സ് ആവാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കി. പിന്നെന്താണ്, ആൻഡ് ഹെൽപ്പ് വെൻ യു നീഡ് ഇറ്റ്. നിങ്ങൾക്ക് സഹായം ആവശ്യമായിട്ട് വരുന്ന സമയത്ത്
എന്താണ് അവരെ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ദ ലയൺ ആൻഡ് ദ മൗസ് ബിക്കെയിം ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ലീവ്ഡ് ഹാപ്പിലി ഇൻ ദ ജംഗിൾ. അപ്പോൾ അതിന് ശേഷം എന്താണ് ഈ ലയണും അതേപോലെ മൗസും നല്ല തിക്ക് ഫ്രണ്ട്സായി, ഗുഡ് ഫ്രണ്ട്സായി, എന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ആ ഒരു കാട്ടിലങ്ങനെ ജീവിച്ചു. സ്റ്റോറി ഇഷ്ടമായില്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ചേരാനും മറക്കരുത് കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.